വെൽക്കം ബാക്ക് സ്മൈൽസ് ഡയറി. ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പൊന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആണ്. മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എത്ര കണ്ടാലും മതി വരാത്തൊരു വഴി തന്നെയാണ് പശുപ്പാറ ഏലപ്പാറ റൂട്ട്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് അനന്തുവാണ്. അവന്റെ വണ്ടിയുടെ ആക്സിലേറ്റർ കേബിളിന് ചെറിയ എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അതും കൂടെ ക്ലിയർ ചെയ്യാനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഈ മനോഹരമായ പാതയിലൂടെ ഈ ചെറുമഴയത്ത് നല്ല മെലഡി സോങ് കേട്ടുള്ള യാത്ര എത്ര മനോഹരമാണല്ലേ. ഈ വഴിയുടെ ഭംഗിയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്ര മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ. ഈ വഴിയിലൂടെ യാത്ര ചെയ്തവരും വരാൻ ആഗ്രഹിക്കുന്നവരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് നമ്മുടെ സ്വന്തം ഏലപ്പാറ കേട്ടോ. ഇവിടെ തൊട്ടാണ് ഏലപ്പാറ ടൗണിന്റെ തുടക്കം. ഈ ഓട്ടോ സ്റ്റാൻഡ് കാണുമ്പോൾ എന്റെ പഴയ കാലങ്ങൾ എനിക്ക് ഓർമ്മ വരും. കാരണം ഞാനും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. നമ്മുടെ ബെലോറയുടെ ആക്സിലേറ്റർ കേബിളിന് ചെറിയൊരു കുഴപ്പമുണ്ട്. അപ്പം നമുക്കതിന് ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് മെയിനായിട്ട്. അപ്പം അതാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തന്നെ ഏലപ്പാറ തന്നെയാണ്. നമ്മുടെ എൻ്റെ സ്വന്തം ഫ്രണ്ടല്ല, ഫ്രണ്ടിലുപരി എൻ്റെ ഒരു ചേട്ടനായിട്ട് വരും. നമ്മളിപ്പം എപ്പോഴും നമ്മൾ ആ ഫ്രണ്ട് ഒരു സെറ്റപ്പ് എപ്പോഴും നമ്മൾ കാണുന്നത് ചേട്ടനാണേലും നമ്മൾ അതിൽ കാണുന്നതുകൊണ്ട് നമ്മുടെ അവൻ്റെ അടുത്തോട്ടൊക്കെ പോകുന്നത്. ഞങ്ങൾ വാവയെന്ന് വിളിക്കും. യഥാർത്ഥ പേര് ഷിബിൻ എന്നാണ്. അവൻ്റെ അടുത്തോട്ട് പോയിട്ടാണ് നമ്മളിപ്പോൾ മാറാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ അവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഒളിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ഓട്ടിയൊക്കെ പോകുന്നു. ഹലോ ഹലോ, എന്നാ വേണ്ടാ ാണോ കട്ടായിട്ട് നിൽക്കാണോ? ശരി, എന്നാ കേബിൾ മേടിച്ചിട്ട് വരാം. ഇന്ന് മാറുന്ന നോക്കിയിട്ട് മാറാൻ. ഇവിടെ വണ്ടി കയറ്റിയിട്ടെ അവൻ നോക്കിയിട്ട് മാറാന്ന്. എടാ പിന്നെ എന്നാ ഉണ്ടോ വിശേഷമൊക്കെ? സുഖമാണോ? കുറച്ച് ലുക്കൊക്കെ മാറി, താടിയൊക്കെ വടിച്ച് സുന്ദരനായല്ലോ. എന്നെ പറ്റി മീശ മാത്രമൊക്കെ ആക്കി? ഓണമായതുകൊണ്ട് ഓണം കഴിഞ്ഞ് മുണ്ടൊക്കെ കൊടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണ്ടടാ. ഫോട്ടോഷൂട്ട് ഒരു മുണ്ടൊക്കെ കൊടുക്ക്, എന്നിട്ട് സെറ്റ് ആക്ക് ഇങ്ങോട്ട്. ഓനെ എന്താ പ്രശ്നം ആദ്യം നോക്കിയിട്ട് വേണ്ട നമുക്ക് ആദ്യം മേടിക്കണേ വേണ്ടെന്നറിയാൻ. അവനത് ഊരി നോക്കട്ടെ. ചുമ്മാ ഇരിക്കല്ലേ, ജീവിക്കട്ടാ. ഇവിടെയാണ് ആക്സിലേറ്റർ കേബിളിന്റെ ഇതിരിക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ, സത്യമായിട്ട് കരുതലുണ്ട്. അതല്ലേ ആക്സിലേറ്റർ കേബിൾ. എവിടെ വന്നാ കണ്ടാകുന്നേ? അത് പമ്പേ വന്ന് കണക്ട് ആകും. ഇരിക്കുന്നതാണ് പമ്പ്, ഇരിക്കുന്നതാണ് കേബിൾ അല്ലേ. എന്താണ് എന്നാ കേബിള് പോവാറാടാ? ഒടിഞ്ഞു നിൽക്കണം. കേബിൾ ഒടിഞ്ഞു നിൽക്കുക. എങ്ങനെയൊന്ന് ചെയ്യണമെന്നേ ഉള്ള. നമ്മള് ചെറിയ ലുക്കാണ്. നിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് കണ്ണടിച്ചു പൊട്ടിച്ചോന്ന് മിക്കവാറും പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അന്നാ ചോദിച്ചത് അതുകൊണ്ടായിരിക്കാം. ഇപ്പഴേ കണ്ണാടി വെച്ച് ശീലിക്കുവാണ്. കണ്ണാരും കാണണ്ടോ? എന്റെ കണ്ണ് തള്ളുന്ന ആരും അറിയണ്ടല്ലോ. കണ്ണി കാണാൻ കൊള്ളില്ല. ശരിയാടാ, എന്നെ കണ്ണി കാണാൻ കൊള്ളില്ല. ഗായ്സ് പറഞ്ഞു കേട്ടോ, എന്നെ കണ്ണി കാണാൻ കൊള്ളില്ലെന്നൊക്കെ. എടാ ഇവൻ ഇത് ഓടിക്കുമെന്ന് തോന്നുന്നില്ല. സസ്പെൻഷൻ പോരെന്ന്. അനങ്ങുന്നില്ല വണ്ടി. പ്ലേറ്റ് അടിക്കായിട്ടില്ല, എന്നാലും ഇത് എന്നെ പറ്റിയ സ്റ്റക്കായിപ്പോല്ലേ അതെ സംഭവം. സ്പ്ലെൻഡർ അങ്ങനെ എന്തെങ്കിലും അതെ എനിക്ക് ഒരെണ്ണം വേണമായിരുന്നു. നേരത്തെ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ മാർക്കറ്റ് ഇല്ലായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ആക്കി.
സ്പ്ലെൻഡർ മതി എല്ലാവർക്കും. അതുമല്ല എല്ലാത്തിലും സ്പ്ലെൻഡർ ഭയങ്കര ഇതായിട്ട് റീച്ച് ആയി നിൽക്കുമല്ലേ. ഇതറിയ വണ്ടി നെൽമോട്ടെ താഴെ പോട്ട്. അങ്ങനെ ഞങ്ങൾ കേബിൾ വാങ്ങാനായിട്ട് സ്പെയർ പാർട്സ് കടയിൽ എത്തി കേട്ടോ. എന്നെ പറയടാ എന്നെ 270. അവിടെ ഇന്നൊരു സംഭവം ഉണ്ടല്ലോ, തന്നെ കുത്തി വീണതാ. ഞാന് വീട്ടിൽ നിന്ന് മുറ്റത്തോട്ടിറങ്ങി മറ്റേ പടിക്കെട്ടില്ലേ, നടു പിടിച്ചു ഒറ്റ വീഴ്ചയായിരുന്നു. കളി പോയി. പക്ഷെ നടക്കാൻ കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു വേദനയുണ്ട്. അങ്ങനെ ഞങ്ങള് നമ്മുടെ ചെറുകൻ ആക്സിലേറ്ററൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. പൊളിച്ച് 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 അടിപൊളി അടിപൊളി അടിപൊളി. ഒരു മൊണ്ണ ലുക്ക് ഉണ്ട്, നല്ല ലുക്ക് ആയിട്ടുണ്ട്. രസമാണ്, കാണിച്ച് നോക്കട്ടെ. ഇട് അത് മാറ്റമൊന്നുമില്ല. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര രാവിലെ വ്ളോഗാടാ. അതൊന്നും കാണിക്കത്തില്ല, നീ വീഡിയോ വരുമ്പോ നീ കണ്ടാ മതി. വധുവിനെ തേടുന്നു. നിന്റെ ആഫ്റ്റർ ബിഫോർ കൂടെ എടുത്തിട്ടോ. ഇങ്ങനെ ഇരുന്നവൻ എനിക്കിനാ ഇത്രേ ഉള്ളൂ. അതെ, നല്ലായിരുന്നവൻ നാസമാ ഇരിക്കട്ടെ, അങ്ങനെ പറഞ്ഞോ. ഏതായാലും ഇവന് പറ്റിയ ഫോട്ടോ കാണിച്ചല്ലോ, മറ്റേ ഐക്കാത്ത മറ്റേ ഇതില്ലേ ഇങ്ങ നാൾ ഇപ്പടിയാ. നിനക്ക് നല്ല കോളാന്ന് തോന്നുന്നുള്ളൂ. എനിക്ക് അടിയേ ഞാൻ മീച്ചിൽ താടി എടുത്തപ്പോ എന്റെ കുഴപ്പമുള്ള പറ. ഏതോ പെണ്ണ് തെറ്റാ. ഞാൻ ഇന്നലെ എടുത്ത എനിക്ക് താടി എടുത്ത്. നിനക്ക് എത്ര ദിവസം എഴുതി എടുത്തിട്ട്? ഞാൻ ഇന്നലെ എടുത്തതാ. അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്തു തന്നു നമ്മുടെ കണ്ണപ്പേ. പോടാ എന്നാടാ എന്നാടാ ചേട്ടാ പോ ചേട്ടാ. സുഖമായിട്ടിരിക്കുന്നു. ഹലോ, നല്ല ചിരി കണ്ടോ? ചിരിയാണല്ലോ ഹൈലൈറ്റ്. ഒറ്റയ്ക്കുള്ളോ? എന്നാ വണ്ടിയായിട്ട് വന്നു? ഇന്നലെ മറ്റേ സാധനം കിട്ടിയായിരുന്നോ? അയ്യോ അങ്ങനെ ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ വേണ്ടാത്തേ അങ്ങനെ പറയരുത്. വീഡിയോ അല്ലേ എടുക്കുന്നേ. സന്തോഷമുണ്ടോ? സന്തോഷമായിട്ടിരിക്കുന്നേ? ഓട്ടോ ഒക്കെ ഉണ്ടോ? മടുപ്പല്ലേ ഗൈസ്? നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ മൊത്തം ഭയങ്കര മടുപ്പാന്ന് പറയുന്നത്. ഓട്ടോ ഒന്നുമില്ല. നിങ്ങൾ കാണുന്നവരൊക്കെ ഇവിടെ ഉള്ളവരെല്ലാം ഒന്ന് ഓട്ടോ കൊടുത്ത് സഹായിക്കുക അല്ലേ? ഹലോ, എന്നാണ്ട്? ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ? മടുപ്പല്ലേ? എന്നാലും മടുപ്പല്ലേ? ഓണമായിട്ട് പോലും ഏലപ്പാറിലൊന്നും ഒരു മനുഷ്യന്മാരില്ലെന്ന് എല്ലാവരും പറഞ്ഞു. ചെമ്മണ് ഉറക്കമാണോ? ആഹാ ആഹാ. എങ്ങോട്ടോ ഓട്ടം? ചിന്നാറല്ലേ? ശരി 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 ശരി.